സാധാരണ കോൺഗ്രസിൽ നമ്മൾ പറയില്ല, ഇതൊക്കെ കോൺഗ്രസിൽ സ്വാഭാവികം എന്നാണല്ലോ. സ്വാഭാവികം എന്ന് പറയുന്ന പോലെ ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്, എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള പാർട്ടിയാണ്, ആർക്കും എന്തും ആഗ്രഹിക്കാവുന്ന പാർട്ടിയാണ് എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയും. എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും ഇത് കോൺഗ്രസ്സാണ് പാർട്ടി. പക്ഷേ ഇനിയൊന്നും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വളരെ കൃത്യമായ ക്ലാരിറ്റി വേണം ഈ വിഷയത്തിലൊക്കെ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ചർച്ച, നമുക്ക് തെരഞ്ഞെടുപ്പിൽ ആദ്യം ജനവിധി പുറത്തു വരണം, ഒന്ന്. രണ്ടാമത്തേത് കോൺഗ്രസ് വിജയിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കണം, അത് രണ്ടാമത്തേത്. ആ വിജയിച്ച ശേഷം സർക്കാർ രൂപീകരിക്കാനുള്ള തീരുമാനമെടുക്കണം. അതിനുവേണ്ടി ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ കേരളത്തിൽ വരണം, MLA-മാരുടെ യോഗം വിളിക്കണം. ആ യോഗത്തിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്ന് അവിടെ പാർലമെൻ്ററി പാർട്ടി നിയമസഭാ കക്ഷി നേതാവ് ആരാണ് എന്നത് തീരുമാനിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഒരു നേതാവിനെ തീരുമാനിക്കും, അയാളാകും കേരളത്തിൽ മുഖ്യമന്ത്രിയാവുക. ആ നിരയിലേക്ക് ഇപ്പോൾ കുറേ പേരുകൾ അവർ സ്വയം അവതരിച്ച് വരികയാണ്. ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത് VD സതീശനാണെന്ന് ഞാൻ പറയും. കാരണം ഈ വോട്ടെടുപ്പ് പൂർത്തിയായതിന് തൊട്ട് പിന്നാലെ VD സതീശൻ്റെ വലംകൈ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയ കൊച്ചിയിലെ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് ഷിയാസ് ആണ് ഈ ചർച്ചയ്ക്ക് തന്നെ തുടക്കമിടുന്നത്. മുഹമ്മദ് ഷിയാസ് വന്ന് പ്രഖ്യാപിക്കുകയാണ് UDF വിജയിക്കാൻ പോകുന്നു. UDF വിജയിച്ചാൽ അതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് കെ സുധാകരൻ, അത് വോട്ടെടുപ്പിനിടയിൽ കെ സുധാകരൻ പറഞ്ഞതാണ്. പക്ഷേ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ആദ്യം പ്രഖ്യാപിക്കുകയാണ് എറണാകുളം ജില്ലയിൽ നിന്ന് ഇതാ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാൻ പോകുന്നു കോൺഗ്രസിന്. എറണാകുളം ജില്ലയിൽ നിന്ന് ദീപക് ജോയ് അല്ലല്ലോ എന്തായാലും മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് സ്ഥാനാർത്ഥികളല്ല, അത് VD സതീശൻ തന്നെയാണ്. അപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് VD സതീശൻ്റെ അനുയായി തന്നെ പ്രഖ്യാപിക്കുന്നു. ജയ്വിളികളായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ ആകെ. അപ്പോൾ സോഷ്യൽ മീഡിയ ആകെ ജയ്വിളികൾ തുടരുന്നു. അതിന് പിന്നാലെ VDയെ വെട്ടാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ ആരാണ് നിയന്ത്രിച്ചത് എന്ന തരത്തിൽ ചർച്ചകൾ വരുന്നു. നമുക്കറിയാലോ, ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിൽ AICCക്ക് വലിയ റോളുണ്ട്. കാരണം KC വേണുഗോപാൽ ശക്തമായി രംഗത്തിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, KC കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുകയാണോ, അതിൻ്റെ ഭാഗമായിട്ടാണോ KC വേണുഗോപാൽ, അങ്ങനെയും പറയാം. ആ നിലയിൽ KC വേണുഗോപാൽ വീടുകളിലേക്ക് പോകുന്നു, അല്ലേ? പ്രചരണ ഘട്ടത്തിലൊക്കെ KC വേണുഗോപാൽ ആളുകളുടെ വീടുകളിലേക്ക് പോകുന്നു, അവിടുത്തെ പാത്രം പൊക്കി നോക്കുന്നു, എന്താണ് കറിയെന്ന് നോക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ ട്രോളായി, വലിയ ചർച്ചയായി. അപ്പം ആ രീതിയിലുള്ള രസകരമായ സംഭവം ഇതിനിടയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. കിട്ടിയാൽ നല്ലത് എന്ന് എല്ലാവർക്കും ഒരു മോഹമുണ്ട്.